بسم الله الرحمن الرحيم والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. ഞാൻ ഒരു അഭിഭാഷകനാണ്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. ഈ സദസ്സിൽ തന്നെ ഹൈക്കോടതിയിലെ പല അഭിഭാഷകരുമുണ്ട്. അവരോട് ചോദിച്ചാലും പറയും, സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് ഞാനെന്ന്. എങ്കിലും എനിക്ക് ലഭിക്കുന്ന സമയം എൻ്റെ പരിമിതമായ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രബോധനം നടത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് പ്രബോധനത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട്. ആ പ്രബോധനത്തിൻ്റെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വേദി വിട്ടു പോകുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി വേണം വേദി വിട്ടുപോകാൻ. നിങ്ങളുടേതായ കഴിവുകൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ നടത്തുമെന്ന്. ലോകത്തിൽ ഒട്ടുമിക്ക മനുഷ്യരും ശാന്തിയും സമാധാനവും നിർഭയത്വവും സുഖനിദ്രയുമെല്ലാം ആഗ്രഹിക്കുന്നു. എന്നാൽ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ഇതെല്ലാം അന്യങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അധികാരവും ധനവും സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും ഭൗതിക നേട്ടങ്ങളും ശാസ്ത്ര പുരോഗതിയുമൊന്നും മനുഷ്യന് യഥാർത്ഥ ശാന്തിയും സമാധാനവും നൽകുന്നില്ല. നൽകുമായിരുന്നുവെങ്കിൽ എല്ലാ ഭരണാധികാരികളും ധനികരും ആരോഗ്യവാന്മാരും സുന്ദരന്മാരും ശാസ്ത്രജ്ഞരുമെല്ലാം സന്തുഷ്ടരാകേണ്ടിയിരുന്നു. എന്നാൽ അവരിൽ മഹാഭൂരിപക്ഷവും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും മാനസിക വിഭ്രാന്തിയുടെയും തടവറകളിലാണ് കഴിയുന്നത്. ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ മറ്റു ചിലർ തങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നു. ചിലർ തങ്ങളുടെ രോഗത്തെക്കുറിച്ചോർത്താണ് ഉത്കണ്ഠപ്പെടുന്നതെങ്കിൽ മറ്റു ചിലർ തങ്ങൾക്കില്ലാത്ത രോഗങ്ങൾ വരുമോ എന്നോർത്ത് വ്യാകുലപ്പെടുന്നു. കുറ്റബോധം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർ, അനാവശ്യമായ ഭയത്താൽ സ്വയം നരകം സൃഷ്ടിക്കുന്നവർ, വിമർശനങ്ങൾ സഹിക്കുവാൻ സാധിക്കാതെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നവർ, പരാജയ ചിന്തകളാൽ വിഷമിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങളും ജോലിയിലുള്ള പ്രശ്നങ്ങളും മൂലം അലയുന്നവർ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാൽ നേറി നിദ്ര പോലും നഷ്ടപ്പെട്ട് ഭ്രാന്തന്മാരെ പോലെ അലയുന്ന മനുഷ്യരാണ് ഇവിടെ. ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവരിൽ വലിയൊരു വിഭാഗം മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളാകുന്നു. ഇത്തരം ഒരു ദുരന്തത്തിൽ നിന്നും മോചനം നേടുവാനും ശാന്തിയും സമാധാനവും കൈവരിക്കുവാനും സാധിക്കുമോ എന്ന് ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആധുനിക ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് വിഷാദ രോഗം മൂലമാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാനസിക വിഭ്രാന്തിയെ അതിജീവിക്കുവാൻ പരിശീലിച്ചിട്ടില്ലാത്ത പ്രൊഫഷണൽസ് യുവാക്കളായിരിക്കെ മരണപ്പെടുന്നുവെന്ന്
വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ഡോക്ടർ അലക്സ് കാരൽ പറയുകയുണ്ടായി, ഭക്ഷിക്കുവാനും കുടിക്കുവാനും പാർക്കുവാനും സഞ്ചരിക്കുവാനും വേണ്ടുന്ന വിഭവങ്ങളുള്ള നാടുകളിലെ പൗരന്മാർ സന്തുഷ്ടരല്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് സമ്പന്നതയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് അതിൻ്റെ പൗരന്മാർക്ക് സമാധാനവും ശാന്തിയും നൽകുവാൻ കഴിയാത്തത്? അവർ കമ്പര ചുംബികളായ സൗധങ്ങളും പ്രപഞ്ചവിശാലതയെ തുളഞ്ഞു കയറുവാൻ കെൽപ്പുള്ള ബഹിരാകാശ പേടകങ്ങളും ശിരസിന്റെ മുകളിലും പാദങ്ങൾക്ക് കീഴെയും സ്വർണ്ണകൂമ്പാരങ്ങളുമുണ്ട്. എന്നിട്ടും എന്റെ ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും മേൽ വലിച്ചിട്ട മനോഹരമായ ഒരു ആവരണം മാത്രമാണ് ന്യൂയോർക്കിലെ ജീവിതമെന്ന് ചിന്തകർ പറയുന്നത്. ഒരു ധനികനായ ഒരു വ്യക്തി ഒരിക്കൽ പറയുകയുണ്ടായി, അല്ലാഹുവേ, ധനം മുഴുവനും നീ വിഡ്ഢികളുടെ കാൽക്കീഴിലേക്ക് വിട്ടേക്കൂ, എനിക്ക് ശാന്തിയുള്ള സമാധാനമുള്ള ഒരു മനസ്സ് നൽകുവെന്ന്. ഒരിക്കൽ യുവാവായ ഒരു ധനികൻ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ട് ഒരു പണ്ഡിതനെ സമീപിച്ച് അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടു. ആ പട്ടികയിലൂടെ കണ്ണോടിച്ച് ആ പണ്ഡിതൻ ധനം, സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം, ബന്ധുക്കൾ, സ്വാധീനം, പ്രശസ്തി, അതിനൊട്ടനവധി അനുഗ്രഹങ്ങൾ എഴുതിയതെല്ലാം വെട്ടിയിട്ട് അടിയിലൊരു വാക്ക് എഴുതി ചേർത്തു. എന്നിട്ട് പറഞ്ഞു, ഈ അനുഗ്രഹത്തിന്റെ അഭാവത്തിൽ മറ്റെല്ലാ അനുഗ്രഹങ്ങളും അർത്ഥശൂന്യമാണ് എന്ന്. ഏത് അനുഗ്രഹത്തിന്റെ അഭാവത്തിലാണ് മറ്റെല്ലാ അനുഗ്രഹങ്ങളും അർത്ഥശൂന്യമാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, മനഃശാന്തി. മനഃശാന്തി ഇല്ലയെങ്കിൽ മറ്റെന്തും ലഭിച്ചിട്ട് കാര്യമില്ല. അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട് കിടക്കുന്നൊരു മനുഷ്യന് തൻ്റെ ഒരു കുഴപ്പവുമില്ലാത്ത അവയവങ്ങൾ പ്രയോജനം ചെയ്യാത്തതുപോലെ നമുക്ക് എന്തുമുണ്ടായിട്ടും ശാന്തിയില്ലയെങ്കിൽ എന്ത് പ്രയോജനമാണ്? നാം സമ്പത്ത് ആഗ്രഹിക്കുന്നു, പ്രശസ്തി ആഗ്രഹിക്കുന്നു, മണിമന്ദിരങ്ങൾ ആഗ്രഹിക്കുന്നു, ഇല്ല എന്ന് പറയുന്നത് പൊയ്മുഖമായിരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ മനഃശാന്തിയും നിർഭയത്വം നമുക്ക് വേണം. സമ്പത്തും ധനവും പ്രശസ്തിയും ജനകോടികളുടെ ആരാധനയും മനുഷ്യർക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അടുത്ത കാലത്ത് മരണപ്പെട്ട പോപ്പ് സംഗീത ചക്രവർത്തി എന്നെല്ലാം മാധ്യമങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന ജാക്സൺ സന്തുഷ്ടനാകേണ്ടിയിരുന്നു. പ്രശസ്തരായ വ്യക്തികളുടെ ജീവിതങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് പതിവ്. ജാക്സന്റെ കാര്യത്തിലും ആ പതിവ് അവർ തെറ്റിച്ചില്ല. ആഴ്ചകളോളം അവർ ആഘോഷിച്ചു, ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ജാക്സന്റെ സംഗീതത്തെയും നൃത്തത്തെയും മരണത്തിന്റെ ദുരൂഹതയും വിഷധ്വരന്റെ തിരോധാനവും വൃശ്യത്തിൽ അവകാശികളും മുൻഭാര്യ സമ്പത്തിൽ അവകാശം ഉന്നയിക്കുമോ എന്ന തർക്കവും സന്താനങ്ങൾ അദ്ദേഹത്തിൻ്റേത് തന്നെയാണോ എന്ന സംശയവും അദ്ദേഹത്തിന് ഉണ്ടാക്കിയ കടത്തിന്റെ ആഴവും എത്ര മില്യൺ ആൽബങ്ങളാണ് വിറ്റഴിക്കുക എന്നിവയെ സംബന്ധിച്ചെല്ലാമാണ് മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ ജീവിതത്തിൽ സംഭവിച്ച ധാർമ്മികമായ അധപതനത്തെ സംബന്ധിച്ച് മാത്രം മാധ്യമങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചാൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ വികൃതമായ മുഖമായിരിക്കും ജനങ്ങളുടെ മുൻപിൽ വരച്ചു കാണിക്കേണ്ടി വരിക. കലാവൈകൃതങ്ങളുടെയും അസഭ്യഭാവങ്ങളുടെയും ഇരുകാലി പ്രതീകങ്ങളായി നൃത്തം ചെയ്യുന്നവരെയും നൃത്തത്തെയുമെല്ലാം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്നും ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം നമുക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ജാക്സന്റെ സംഗീതത്തെയും നൃത്തത്തെയും തീർത്തും അവഗണിച്ചുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ നിന്നും എന്ത് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദരിദ്ര സാഹചര്യത്തിൽ 9 സന്താനങ്ങളിൽ ഒരാളായി പിറന്നു വീണ് 4-ാം വയസ്സിൽ തന്നെ മറ്റു സഹോദരങ്ങളോടൊപ്പം നൃത്തവേദി പങ്കിട്ട് പ്രശസ്തനായ ജാക്സൺ മറ്റു സഹോദരങ്ങളിൽ നിന്നും വ്യതിരിക്തമായ ഒട്ടേറെ കഴിവുകൾ തനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെതായ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പിന്നാലെ പ്രയാണം ആരംഭിക്കുകയും ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല, ലോകത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഭൗതിക പ്രേമികളുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുവാൻ സാധിക്കാത്ത ആഡംബരങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയും പ്രശസ്തിയുടെയും ജനകോടികളുടെ ആരാധനയുടെയും ഔന്നത്യത്തിലെത്തിയിട്ടും ജാക്സൺ സന്തുഷ്ടനായിരുന്നില്ല. തനിക്ക് ലഭിച്ച കഴിവുകളെക്കുറിച്ചല്ല ഓർത്തത്, മറിച്ച് തനിക്ക് ലഭിക്കാതെ പോയ വെളുത്ത ചർമ്മത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും അതിനുവേണ്ടി നിരന്തരമായ ശസ്ത്രക്രിയകൾ നടത്തുകയും ശരീരത്തെ നശിപ്പിക്കുകയും ചെയ്തു. മില്യൺ കണക്കിന് ഡോളറുകൾ സമ്പാദിച്ച വ്യക്തി മില്യൺ കണക്കിന് ഡോളറുകൾക്ക് കടക്കാരനായി. വിവാഹമോചനത്തിൽ കലാശിച്ചു. ബാലപീഡനത്തിന് വിചാരണ നേരിടേണ്ടി വന്നു. അവസാനം അപമാനിതനായി, അവഹേളിതനായി, ആരോഗ്യം നശിച്ച് ആത്മവിശ്വാസം തകർന്നിട്ടും സാധിക്കാത്തൊരു തിരിച്ചുവരവിന് ശ്രമിക്കുകയും മരണം വരിക്കുകയുമാണ് ഉണ്ടായത്. മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് അദ്ദേഹം പടുത്തുയർത്തിയ ഒരു വലിയൊരു പ്രദേശമായിരുന്നു നെതർലാൻഡ് റാഞ്ച്. അതിൽ കൊട്ടാരങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന മണിമന്ദിരങ്ങളും ആ റാഞ്ചിലൂടെ സഞ്ചരിക്കുവാൻ സ്വകാര്യ ട്രെയിനും വിനോദത്തിന് വേണ്ടി അമ്യൂസ്മെന്റ് പാർക്കും അങ്ങനെ ഭൂമിയിലെ സ്വർഗമെന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച ആ സ്ഥലത്ത് തന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷെ തദ്ദേശ ഭരണകൂടം അനുവദിക്കാതിരുന്നതിനാൽ അതുപോലും അദ്ദേഹത്തിന് ആ ഭൗതിക ശരീരം പോലും അവിടെ അടക്കം ചെയ്യുവാൻ സാധിച്ചില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചുവെന്നും
വാർത്തയുണ്ടായിരുന്നു. അത് അദ്ദേഹം അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. മനുഷ്യ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിന്തകളെക്കുറിച്ച് അറിയാവുന്ന പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനറിയാം. എങ്കിലും വിശ്വാസം സ്വീകരിച്ച ശേഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായൊരു മാറ്റവും നാം കണ്ടിട്ടില്ല. ഈ ജാക്സന്റെ ദുരന്തം മറ്റൊരു സംഭവമായി നമുക്ക് താരതമ്യം ചെയ്യാം. ഈജിപ്തിലെ കെയ്റോയിൽ വെച്ച് ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കുവാനുള്ള കാരണം ഒരു പ്രചോദനം ലഭിച്ചത് ഒരു തെരുവ് ബാലനിൽ നിന്നാണ് എന്ന് ഇസ്ലാം സ്വീകരിച്ച ബ്രിട്ടീഷ് ക്രിസ്ത്യൻ പാതിരി ബ്രയൻ പറയുകയുണ്ടായി. കെയ്റോയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു തെരുവ് ബാലൻ ഇദ്ദേഹത്തെ കണ്ട് അഭിവാദ്യം ചെയ്ത് അസ്സലാമു അലൈക്കും, പ്രപഞ്ചനാഥനായ സൃഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. ആ ക്രിസ്ത്യൻ പാതിരി തിരിച്ചു ചോദിച്ചു, മോനെ ജീവിതം എങ്ങനെയുണ്ട്? ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആ പൈതലിന്റെ കണ്ണുകൾ തിളങ്ങുകയും ചുണ്ടിൽ പുഞ്ചിരി വിടരുകയും ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിന്. ഇല്ലായ്മകളുടെ നടുവിൽ ജനിച്ചു വളർന്ന ആ തെരുവുപാലിന് സംതൃപ്തി ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്ന ജാക്സന് സംതൃപ്തിയില്ലായിരുന്നു. നമുക്ക് ഭവനങ്ങൾ വേണം, ഭൗതിക പുരോഗതി വേണം, അതോടൊപ്പം മനഃശാന്തി വേണം, നിർഭയത്വം വേണം. അതെങ്ങനെയാണ് ലഭിക്കുക? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിൽ 62-ാം വചനത്തിൽ പറയുന്നുണ്ട്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അമല സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്താണ് ആ വാക്കുകൾ? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രതിഫലമുണ്ട്. അവർ ഭയക്കുകയില്ല, ദുഃഖിക്കുകയില്ല. നിങ്ങൾക്ക് ഭയമില്ല എങ്കിൽ, നിങ്ങൾക്ക് ദുഃഖമില്ല എങ്കിൽ നിങ്ങൾക്ക് ശാന്തിയുണ്ടാകും, സമാധാനമുണ്ടാകും, നിർഭയത്വമുണ്ടാകും, സുഖനിദ്രയുണ്ടാകും. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? നിരീശ്വരവാദം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ച വെളുത്ത അമേരിക്കക്കാരൻ ജെഫ്രി ലാങ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരു നിരീശ്വരവാദിക്ക് മാത്രമേ അദ്ദേഹം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ഏകാന്തതയുടെ ഭയാനകത മനസ്സിലാവുകയുള്ളൂ എന്ന്. മരണം അടുത്തെത്തിയപ്പോൾ ഒരു നിരീശ്വരവാദി പറഞ്ഞു, നാശം, യാത്രാമൊഴിക്ക് സമയമായിരിക്കുന്നു. എന്റെ ജീർണിച്ച ശരീരത്തിൽ നിന്നും അസ്ഥി പഞ്ചരത്തിൽ നിന്നും പുറത്തു പോകുന്ന ശരീരം എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കാനിടയായ ഒരു വിശ്വാസി പറഞ്ഞു, അയാളുടെ അറിവില്ലായ്മ നമുക്കില്ല, അയാളും നാമും എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാം അല്ലാഹുവിന്റെ അധീനതയിൽ, അവനിലേക്ക് മടങ്ങുന്നു. മഹാസാഗരത്തിൽ വിരലുകൾ മുക്കിയെടുക്കുമ്പോൾ വിരൽത്തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകമെന്നും ആ സാഗരത്തിൽ അവശേഷിച്ച അനന്തമായ ജലഗണങ്ങളാണ് പരലോകമെന്നും മനോഹരമായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭൗതികമോഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജലഗണം മാത്രമാകുന്ന ഇഹലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടാൽ അവന് താങ്ങുവാൻ കഴിയുകയില്ല. മറിച്ചൊരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തരം ദുഃഖമില്ലാത്ത, ദുരന്തമില്ലാത്ത, അസുഖങ്ങളില്ലാത്ത, കലാപങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത അനശ്വരമായ പരലോകമുണ്ട് എന്ന ചിന്തയുണ്ടാകുമ്പോൾ അവന് ധൈര്യം വരുന്നു. ഇത് അന്ധമായൊരു വിശ്വാസമല്ല. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ പറയുന്നുണ്ട്, വഹുവല്ലദീ യബ്ദുൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആദി സൃഷ്ടി നടത്തിയവന് വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. പ്രൊഫഷണൽസായ നിങ്ങൾ ചിന്തിക്കുക, എന്തടിസ്ഥാനത്തിലാണ് അത് ഖുർആൻ പറഞ്ഞത് എന്ന്. ആദ്യ സൃഷ്ടി നടത്തിയവന് വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ഒന്ന് ഉണ്ടാക്കുക എളുപ്പമാണ്. ആദ്യമായിട്ടൊരു കാർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. കാർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ഒന്ന് ഉണ്ടാക്കുക എളുപ്പമാണ്. അപ്പോൾ മനുഷ്യനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. എത്ര യുക്തിഭദ്രമായിട്ടാണ് ഖുർആൻ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അള്ളാഹു അല്ല സൃഷ്ടിച്ചത് എങ്കിൽ, അള്ളാഹുവില്ല, മതമില്ല, വിശ്വാസമില്ല, ധാർമ്മിക മൂല്യങ്ങളില്ല, നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. അപ്പോൾ അള്ളാഹുവാണോ നമ്മെ സൃഷ്ടിച്ചത്? ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ട വിഷയമാണ്. നിരീശ്വരവാദികളുടെ കാഴ്ചപ്പാടനുസരിച്ച് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഫോടനം നടന്നപ്പോൾ യാദൃശ്ചികമായി ജീവനാധാരമായ എമിനോ ആസിഡ് ഉണ്ടാവുകയും ഈ അമിനോ ആസിഡ് നശിക്കാതെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നപ്പോൾ മറ്റൊരു അമിനോ ആസിഡ് ഉണ്ടാവുകയും കാലത്തിന്റെ പ്രയാണത്തിൽ ഒരുപാട് അമിനോ ആസിഡുകൾ ഉണ്ടാവുകയും ഈ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന ഒരു പ്രോട്ടീൻ മോളിക്യൂളായി തീരുകയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാദൃശ്ചികമായി ബൈ ചാൻസ് മറ്റൊരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാവുകയും കാലത്തിന്റെ പ്രയാണത്തിൽ ഒരുപാട് പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടാവുകയും അവ യോജിച്ചുകൊണ്ട് ഒരു കോശം ഉണ്ടാവുകയും ഈ കോശം ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നപ്പോൾ അതുപോലെ മറ്റു കോശങ്ങൾ ഉണ്ടാവുകയും
പിന്നീട് ബഹുകോശ ജീവികൾ ഉണ്ടാവുകയും അവസാനം അതിസങ്കീർണമായ മനുഷ്യ ശരീരത്തിൽ എത്തിച്ചേർന്നുവെന്നാണ് നിരീശ്വരവാദികൾ പറയുന്നത്. യുക്തിവാദം എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് വാദിക്കുക എന്നാണ് അർത്ഥം. നമുക്കവരോട് ചോദിക്കാം, ഒരു സ്ഫോടനത്തിലൂടെ അതിസങ്കീർണമായ മനുഷ്യ ശരീരം ഉണ്ടാകുമെങ്കിൽ ഒരു സ്ഫോടനം നടന്നാൽ, ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ യാദർച്ഛികമായ ഒരു കാളിദാസ കൃതി ഉണ്ടാകണ്ടേ? കാളിദാസ കൃതി പോയിട്ട് ഒരു മൂന്നാംകിട കൃതി പോലും ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ ഉണ്ടാകുമോ? ഒരു കുരങ്ങൻ ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ ആഴ്ചകളോളം മാസങ്ങളോളം ടൈപ്പ് ചെയ്താൽ യാദർച്ഛികമായിട്ടൊരു മൂന്നാംകിട കവിതയുണ്ടാകുമോ? ഇരുമ്പും തുരുമ്പും കിടക്കുന്ന തുറസായ പ്രദേശത്തിലൂടെ ഇടിമിന്നലും കൊടുങ്കാറ്റും കടന്നുപോയാൽ യാദർച്ഛികമായിട്ടൊരു സേഫ്റ്റി പിൻ ഉണ്ടാകുമോ? സ്ഫോടനങ്ങളിലൂടെ ഉന്നത സൃഷ്ടികൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഹിരോഷിമയിലും നാഗസാകിയിലും നടന്ന സ്ഫോടനങ്ങളിലൂടെ ഉന്നത സൃഷ്ടികൾ ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ ഇന്നും അവിടെ പിറന്നു വീഴുന്ന പൈതങ്ങൾക്കും അംഗവൈകല്യമാണ്. ഭൂമി കുലുക്കങ്ങൾ കൊണ്ട് പട്ടണങ്ങൾ ഉണ്ടായിട്ടില്ല, നശിച്ചിട്ടേയുള്ളൂ. പുരുഷ ബീജവും അണ്ടം കൂടി ചേർന്ന് സിക്താണ്ഡം ഉണ്ടാകുന്നു. സിക്താണ്ഡം വിഭജിച്ച് അടിസ്ഥാന കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ അടിസ്ഥാന കോശങ്ങളാണ് എല്ലാ അവയവങ്ങൾക്കും രൂപം നൽകുന്നത്. DNA-യിൽ ജീനിന്റെ രൂപത്തിൽ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഹൃദയമുണ്ടാകാൻ ആവശ്യമായ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ മറ്റു അവയവങ്ങളെല്ലാം ഉണ്ടാകുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയും ഹൃദയമുണ്ടാകാൻ ആവശ്യമായ മാർഗനിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുന്നത് കൊണ്ട് അത് ഹൃദയമായി തീരുന്നു. ആരാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്? നിരീശ്വരവാദികൾ പറയും യാദർച്ഛികമായി ബൈ ചാൻസ് ഉണ്ടായതാണ് എന്ന്. ഒരു പൈതൽ പേനയെടുത്ത് കടലാസിൽ ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം യാതൊരു പരിശീലനവും ലഭിക്കാതെ കുത്തിക്കുറിച്ചാൽ യാദർച്ഛികമായത് വാക്കുകളാകില്ല, വാക്കുകൾ കൂടിയ വാചകങ്ങളാകില്ല, വാചകങ്ങൾ കൂടിയ ആശയങ്ങളാകില്ല, ആശയങ്ങൾ കൂടിയ കഥയോ കവിതയോ പ്രബന്ധമോ ആകില്ല. ഒരു കവിത എഴുതുന്നതിന് മുൻപ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടാകും. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോഴാണ് അത് കവിതയാകുന്നത്. ഒരു മൂന്നാംകിട കവിത പോലും ഉണ്ടാകില്ല എങ്കിൽ എങ്ങനെയാണ് അതിസങ്കീർണമായി മനുഷ്യ ശരീരം ഉണ്ടാകുന്നത്? ശാസ്ത്രത്തിന്റെ ഫിസിക്സിന്റെ അടിസ്ഥാനപരമായ തത്വമാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഒരു വസ്തുവിനെ നാം പരിപാലിക്കുന്നില്ല എങ്കിൽ ആ വസ്തു നശിക്കുകയുള്ളൂ, നന്നാവുകയില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ കാർ ഷെഡിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ഒരു വർഷത്തിന് ശേഷം കാർ ഷെഡ് തുറന്നു നോക്കിയാൽ ടയറിൽ കാറ്റുണ്ടാവുകയില്ല, ബോഡി തുരുമ്പെടുത്ത് കാണും, ബാറ്ററിയിൽ ചാർജ് ഉണ്ടാവുകയില്ല, കീ തിരിച്ചാൽ കാർ സ്റ്റാർട്ടാവുകയില്ല. 1988 ജർമ്മനിയിലെ ബെർലിന് വലിയൊരു എയർ ഷോ നടന്നു. 10 വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ ഒരു ഹൃദയത്തിന്റെ രൂപം ഉണ്ടാക്കുകയും ഒരു വിമാനം അതിൽ നിന്ന് മടർന്ന് അതിലൂടെ തുളഞ്ഞു കയറുന്ന ഒരു അഭ്യാസ പ്രകടനം. സമയം തെറ്റി കണക്കുകൂട്ടലുകൾ പിഴച്ച് ഈ വിമാനങ്ങൾ കൂട്ടിയിരിക്കുന്ന 400ഓളം ആളുകളാണ് മരിച്ചത്. പ്രപഞ്ച വിശാലതയിലേക്ക് നിങ്ങളൊന്ന് കണ്ണു നട്ടു നോക്കുക. കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങൾ, ഓരോ നക്ഷത്രക്കൂട്ടത്തിലും കോടാനുകോടി നക്ഷത്രങ്ങൾ. അതിൽ അനേക ഗ്രഹങ്ങൾ നമുക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുന്നതിനേക്കാൾ വേഗതയിൽ അവ സഞ്ചരിക്കുന്നു. ഒരു സ്രഷ്ടാവ് ഉണ്ടായാൽ മാത്രം പോരാ, പരിപാലിക്കാൻ ഒരു സ്രഷ്ടാവ് വേണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആദ്യ സൃഷ്ടി നടത്തിയവനെ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്, ഒരു സംശയവും വേണ്ട. മരണാനന്തരം കബറുകളിൽ മണ്ണായി തീർന്ന് നമ്മെ അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ്. ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. ഖുർആൻ. സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങളുണ്ട്, ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളുണ്ട്, ജീവജാലങ്ങളെല്ലാം കൂടുതലാണ്. ഏകനായിട്ടുള്ള അള്ളാഹു മാത്രം. മറ്റൊന്നുണ്ട്, സൃഷ്ടിക്കപ്പെട്ട എന്ത് വസ്തുക്കളും പലതും കൂടിച്ചേർന്നതാണ്. സൃഷ്ടാവ് അതുപോലെയല്ല. എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടനയിലേക്ക് കടന്നു ചെന്നാൽ അത് ആറ്റമാണ്, പരമാണുവാണ്. പരമാണുവിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാൽ വെയിൽസ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്, കോർക്ക് ഉണ്ട്, ആന്റി കോർക്ക് ഉണ്ട്. ഏകനായിട്ടുള്ള അള്ളാഹു മാത്രം. ആ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും അവന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുവാനുള്ള ബാധ്യതയോടെ ഒരു മനുഷ്യർക്കുമുണ്ട്. ഈ ധാർമ്മികമായ മൂല്യങ്ങൾ ഒരിക്കലും ഭരണകൂടങ്ങൾക്കോ ജുഡീഷ്യറിക്കോ ഒന്നും വിട്ടുകൊടുക്കുവാൻ സാധിക്കുകയില്ല. സ്വർഗ ലൈംഗിക ബന്ധങ്ങൾ അനുവദിച്ചിട്ടുള്ള എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളുണ്ട്. ക്രിസ്ത്യൻ പാതിരിമാർക്ക് പോലും സ്വർഗ ലൈംഗിക ബന്ധങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടില്ലേ? അടുത്ത കാലത്ത് BBC-യിലും CNN-ലും ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് 3 കുട്ടികളുണ്ടായി. അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ പോയപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു, അത് അവരുടെ മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. നാം ഒന്ന് മനസ്സിലാക്കുക, ധാർമ്മിക മൂല്യങ്ങൾ കാലത്തിനനുസരിച്ചോ സമയത്തിനനുസരിച്ചോ രാജ്യത്തിനനുസരിച്ചോ നൂറ്റാണ്ടുകൾക്കനുസരിച്ചോ മാറില്ല.
വഞ്ചന പ്രഭാതത്തിൽ തെറ്റാണ് എങ്കിൽ മധ്യാഹ്നത്തിലും തെറ്റാണ്, സന്ധ്യാനേരത്തിലും തെറ്റാണ്, രാത്രിയിലും തെറ്റാണ്. വഞ്ചന ഇന്ന് തെറ്റാണ് എങ്കിൽ ഇന്നലെയും തെറ്റായിരുന്നു, നാളെയും തെറ്റായിരിക്കും. വഞ്ചന ഈ നൂറ്റാണ്ടിൽ തെറ്റാണ് എങ്കിൽ എത്ര നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാലും തെറ്റായിരുന്നു, എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷവും തെറ്റാണ്. വഞ്ചന ഇന്ത്യയിൽ തെറ്റാണ് എങ്കിൽ സൗദി അറേബ്യയിലും തെറ്റാണ്, പാകിസ്ഥാനിലും തെറ്റാണ്, എവിടെയും തെറ്റാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിന് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹു 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിൽ പറയുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതവും മഹത്തായ പ്രതിഫലവുമുണ്ട്. 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചത് എന്ന് അറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അപ്പോൾ എന്താണ് സൽക്കർമ്മം? ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദൈവിക സഹായം തേടുക, അവന്റെ മുൻപിൽ മാത്രം ശിരസ് കുമ്പിടുക, അവൻ ആഗ്രഹിക്കുന്നിടത്ത് നമ്മെ കാണുക, അവൻ വെറുക്കുന്നിടത്ത് നമ്മെ കാണാതിരിക്കുക, അവൻ നിയോഗിച്ച പ്രവാചകരെല്ലാം സ്നേഹിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. അതാണ് സൽക്കർമ്മം. നിരപരാധികളെ വധിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, സ്വവർഗരീതിയിൽ ഏർപ്പെടാതിരിക്കുക, മദ്യപിക്കാതിരിക്കുക, ചൂതാട്ടത്തിൽ പങ്കെടുക്കാതിരിക്കുക, സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷണം പറയാതിരിക്കുക, ക്രൂരനായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വെട്ടി തുറന്നു പറയുക, വിഷമതകളുടെയും ബുദ്ധിമുട്ടുകളുടെയും സന്ദർഭങ്ങളിൽ ക്ഷമയും സഹനശക്തിയും കൈകൊള്ളുക, താൻ ആഗ്രഹിക്കുന്നത് തന്റെ സഹോദരന് വേണ്ടി ആഗ്രഹിക്കുക, താൻ വെറുക്കുന്നത് തന്റെ സഹോദരന് വേണ്ടി വെറുക്കുക. ഇതെല്ലാമാണ് സൽക്കർമ്മങ്ങൾ. ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്ത വ്യക്തിക്ക് നിർഭയമായിരിക്കും, ഭയമുണ്ടാകില്ല. ഏത് വിദ്യാർത്ഥികളാണ് പരീക്ഷയെ ഭയക്കുന്നത്? പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാത്ത വിദ്യാർത്ഥികൾ. മരണത്തെ എന്തുകൊണ്ട് ഞാനും നിങ്ങളും ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ നാം തയ്യാറെടുത്തിട്ടില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ നാം അനുഷ്ഠിച്ചാൽ നാം ഒരിക്കലും മരണത്തെ ഭയക്കുകയില്ല. ഇതിനർത്ഥം നാം ഒരിക്കലും ജീവിതത്തിൽ നിന്നും ഓടണമെന്നല്ല. ഇവിടെയുള്ള പ്രൊഫഷണൽസ് എല്ലാം വിചാരിക്കും, ഇതെല്ലാം എന്താണ്, പരലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടതാണോ ഇസ്ലാമിക വിശ്വാസം? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു നൽകിയ വിഭവങ്ങൾ കൊണ്ട് പരലോകത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടുക, ഇഹലോകം നിങ്ങൾ വിസ്മരിക്കരുത് അതിന്റെ ഓഹരി. ഒരു പ്രൊഫഷണൽസിനെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുകളുണ്ട്, അതെല്ലാം പ്രോത്സാഹിപ്പിക്കണം. ജുമാ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ജീവിത വിഭവങ്ങൾ തേടി ഭൂമിയിൽ വ്യാപിക്കണമെന്ന് നിർദ്ദേശിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖിയാമത്ത് നാൾ അടുത്ത നിമിഷമാണെങ്കിലും കയ്യിലൊരു തൈ ഉണ്ടെങ്കിൽ അത് നടണമെന്നും ഒരിക്കലും മരിക്കാത്തവനെ പോലെ അധ്വാനിക്കണമെന്നും അടുത്ത നിമിഷത്തിൽ മരിക്കുന്നവനെ പോലെ സൂക്ഷ്മത പുലർത്തണമെന്നും പഠിപ്പിച്ച പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ എത്ര കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നു എന്നതല്ല പ്രാധാന്യം. ഉറങ്ങിക്കിടക്കുന്ന ഒരു കഴിവെങ്കിലും കണ്ടെത്തി നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിന് വിജയിക്കാം, സമൂഹത്തിന് വിജയിക്കാം, ലോകത്തിന് വിജയിക്കാം, രാജ്യത്തിന് വിജയിക്കാം. പലപ്പോഴും നമുക്ക് ഭയമാണ്. ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ മറ്റൊരു ജോലി തേടിപ്പോകാൻ നമുക്ക് ഭയമാണ്. കാരണം അള്ളാഹുവിന്റെ വിധിയിൽ നമുക്ക് വിശ്വാസമില്ല, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് ആത്മവിശ്വാസമില്ല. 2 വിത്തുകളുടെ കഥയുണ്ട്. ഒരു വിത്ത് പറഞ്ഞു, എനിക്ക് ഭയമാണ്, ഭൂമിയുടെ ആഴങ്ങളിൽ അന്ധകാരങ്ങളിൽ എനിക്ക് ഭയമാണ്, എന്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അണ്ടിറക്കാൻ ഞാൻ തയ്യാറല്ല. ഇനി എന്റെ നാമ്പുകൾ ഭൂമിയുടെ ഉപരിപാളിയെ തുളച്ച് പുറത്ത് കടത്തി പുഷ്പങ്ങൾ വിടർത്തിയാലോ ഏതെങ്കിലും പക്ഷികൾ അത് ഭക്ഷിക്കും. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സമയം ലഭിക്കുന്നതുവരെ ഭൂമിക്കടിയിൽ ഞാൻ കിടന്നുകൊള്ളാം. മറ്റേ വിത്ത് പറഞ്ഞു, എനിക്ക് വളരണം, വലിയ വൃക്ഷമായി തീരണം, എന്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അണ്ടിറക്കണം, എന്റെ നാമ്പുകൾ ഭൂമിയുടെ ഉപരിപാളിയെ തുളച്ച് പുറത്ത് കടത്തി അതിനെ സൂര്യപ്രകാശം തലോടണം. ആ വിത്ത് വളർന്ന് വലിയൊരു വൃക്ഷമായി തീർന്നു. ഇതിൽ നിന്ന് വലിയൊരു പാഠമുണ്ട്. പലരും അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് പറയാറുണ്ട്, ഇന്നതെല്ലാം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത് ഇന്ന രീതിയിലെല്ലാം ആയിത്തീരുമെന്ന്. ആ ദുരന്തകാലം നമുക്ക് പാടുവാൻ ഇടവരാതിരിക്കട്ടെ. ആദ്യമായിട്ട് നാം നടക്കാൻ ശ്രമിച്ചപ്പോൾ വീണിട്ടില്ലേ? ആദ്യമായി നീന്തുവാൻ ശ്രമിച്ചപ്പോൾ നാം വെള്ളം കുടിച്ചിട്ടില്ലേ? ആദ്യമായി ക്രിക്കറ്റ് കളിച്ചപ്പോൾ ആദ്യത്തെ പന്തിൽ നിന്നും സിക്സർ അടിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഗോൽഗണ്ട വജ്രഖനി കണ്ടെത്തിയത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ധനികനായ വ്യക്തി ഉണ്ടായിരുന്നു, അയാൾക്ക് ഒരുപാട് ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, അയാൾ സന്തുഷ്ടനായിരുന്നു, സംതൃപ്തനായിരുന്നു. അങ്ങനെ ഒരു സന്യാസി വന്ന് അയാളെ മോഹിപ്പിച്ചു. ഇതൊന്നുമല്ല യഥാർത്ഥ ധനം. യഥാർത്ഥ ധനം എന്ന് പറയുന്നത് വജ്രമാണ്, ഡയമണ്ട്സ് ആണ്, അത് തേടി പോകണമെന്ന്. അങ്ങനെ അയാൾ വസ്തുക്കളെല്ലാം വിറ്റ് ഡയമണ്ട്സ് തേടി പുറപ്പെട്ടു. ഡയമണ്ട്സ് ലഭിച്ചില്ല, സമ്പത്ത് മുഴുവനും തീർന്ന അയാൾ ആത്മഹത്യ ചെയ്തു. ഇയാളിൽ നിന്നും വസ്തു വാങ്ങിയ വ്യക്തി ഒരു ദിവസം ആ പ്രദേശത്തിലൂടെ നടന്നപ്പോൾ ഒരു അരുവിക്കടുത്ത് കിടന്ന ഒരു പ്രത്യേകതരം കല്ല് ലഭിക്കുകയും അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പഴയ സന്യാസി വന്ന് ചോദിച്ചു, ഇതെന്താണ് എന്ന്. ഒരു പ്രത്യേക കല്ല് എവിടെ നിന്ന് ലഭിച്ചു? അദ്ദേഹം പറഞ്ഞു, അടുത്ത് അരുവിക്കടുത്ത് നിന്ന് ലഭിച്ചതാണ്, താങ്കൾ നടന്നു വരുന്ന വഴിയിൽ പോലും അതുണ്ട് എന്ന്. അങ്ങനെ അവർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതുപോലെ ഒരുപാട് കല്ലുകൾ കിടക്കുന്നു. അങ്ങനെയാണ് ലോകപ്രസിദ്ധമായ വജ്രഖനി കണ്ടെത്തിയത്. ടാഗോറിന്റെ മനോഹരമായ വരികളുണ്ട്, ഞാൻ ധനം ചെലവഴിച്ച് ഭൂമിയുടെ
വിദൂരമായ പ്രദേശങ്ങളിൽ മനോഹരങ്ങളായ പർവ്വതങ്ങളും സമതലങ്ങളും സാഗരങ്ങളും പുഴകളും കാണുവാൻ പോയി. അവസാനം ഞാൻ കാണുവാൻ വിട്ടുപോയ മനോഹരമായ കാഴ്ചയുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്തെ പുൽക്കൊടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലഗണങ്ങളിലെ മഞ്ഞുതുള്ളികളിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ കാഴ്ച ഞാൻ കാണുവാൻ വിട്ടുപോയെന്ന്. ആ ദുരന്തം പാടുവാൻ നമുക്ക് അവസരം ലഭിക്കാതിരിക്കട്ടെ. കഴിവുകൾ കണ്ടെത്തുക. ഒരു പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പറയുന്നതാണ് ഭൗതികമായ പുരോഗതി, അതിലൂടെ തന്നെ പരലോക വിജയം നാം കരസ്ഥമാക്കണം. 60 സെക്കൻഡുകൾ കൂടുന്നതാണ് ഒരു മിനിറ്റ്, 60 മിനിറ്റുകൾ കൂടുന്നതാണ് ഒരു മണിക്കൂർ, 24 മണിക്കൂറുകൾ കൂടുന്നതാണ് ഒരു ദിവസം, 365 ദിവസങ്ങൾ കൂടുന്നതാണ് ഒരു വർഷം, കുറച്ച് വർഷങ്ങൾ കൂടുന്നതാണ് നമ്മുടെ ജീവിതം. എല്ലാം ആരംഭിക്കുന്നത് നിമിഷങ്ങളിൽ നിന്നും. നിമിഷങ്ങളോട് ആത്മാർത്ഥത പുലർത്തുവാൻ സാധിക്കണം. പലപ്പോഴും നാം ഇന്നലെകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും നാളെകളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു. മരിച്ച ഇന്നലെകളുടെയും പിറക്കാനിരിക്കുന്ന നാളെകളുടെയും ഭാരം ഇന്നെന്ന യാഥാർത്ഥ്യത്തോടൊപ്പം കൂട്ടിച്ചേർത്താൽ ഏത് ശക്തന്റെയും പാദങ്ങൾ തളർന്നു പോകും. അതുകൊണ്ട് മരിച്ച ഇന്നലെകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നല്ലാതെ അവയെക്കുറിച്ചോർത്ത് ദുഃഖിക്കാതെ നാളേക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ഓരോ നിമിഷത്തോടും നാം ആത്മാർത്ഥത പുലർത്തുകയും ചെയ്താൽ എല്ലാ ഇന്നലെകളും മനോഹരങ്ങളായ സ്വപ്നങ്ങളും എല്ലാ നാളെകളും മനോഹരങ്ങളായ സങ്കല്പങ്ങളുമായി തീരും. പ്രൊഫഷണൽസ് പറയും ഞങ്ങൾക്ക് സമയമില്ല എന്ന്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ടെലിവിഷന്റെ മുൻപിൽ, അതുപോലെ റേഡിയോയുടെ മുൻപിൽ എത്രയോ മണിക്കൂറുകളാണ് ചപ്പുചവറുകൾ കേൾക്കുവാനും കാണുവാനും നാം സമയം ചെലവഴിക്കുന്നത്. നാം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്? അതുകൊണ്ട് നമ്മുടെ സമയം ഇഹലോക പരലോക വിജയത്തിന് വേണ്ടി നാം ഉപയോഗിക്കുക. പ്രബോധനത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ചൊരു പ്രഭാഷണം ഇൻഷാ അല്ലാഹ് നടക്കുവാനുള്ളത് കൊണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. എന്നാലും ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുവാനുള്ള ബാധ്യതയുണ്ട്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായത്തിൽ 24-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറത്തുകും വ അംവാലുൻ ഇക്തറഫ്തുമുഹാ വഅംവാലുൻ ഇക്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അവന്റെ മാർഗ്ഗത്തിലെ സമരത്തെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങളുടെ പിതാക്കന്മാരും പുത്രന്മാരും ഇണകളും ബന്ധുക്കളും നഷ്ടം ഭയപ്പെടുന്ന കച്ചവടവും മണിമന്ദിരങ്ങളുമാണ് എങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല വഴിപിഴച്ച ഒരു ജനവിഭാഗത്തെ എന്ന്. എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾക്കെതിരെ ആരെങ്കിലും ഒരു വിമർശനം നടത്തിയാൽ, സുഹൃത്തുക്കൾക്കെതിരെ ബന്ധുക്കൾക്കെതിരെ ഒരു വിമർശനം നടത്തിയാൽ 1000 നാവുകൾ കൊണ്ട് നാം മറുപടി പറയില്ലേ? എല്ലാത്തിനുമുപരി നാം സ്നേഹിക്കേണ്ട ഇസ്ലാമിനും ഖുർആനും പ്രവാചകനുമെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഏത് രീതിയിലുള്ള പ്രതികരണമാണ് പ്രൊഫഷണൽസിൽ നിന്നുണ്ടാകുന്നത്? പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് അവർ തന്നെ അത് അംഗീകരിക്കുന്ന മട്ടിലാണ്. ഇസ്ലാം സ്ത്രീകളെ മനുഷ്യരായി ഗണിക്കുന്നില്ല, അവർക്ക് ആത്മാവുണ്ടെന്ന് അംഗീകരിക്കുന്നില്ല, വീടിന്റെ ചുമരുകൾക്കുള്ളിൽ തളച്ചിട്ടുകൊണ്ട് പുരുഷന്റെ നിഴലും അടിമയുമായി അധപ്പതിപ്പിക്കുന്നു എന്നെല്ലാമുള്ള വിമർശനങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ അതിന് മറുപടി പറയണ്ടേ? മറ്റേത് മതതത്വ സംഹിതയും ദർശനവും നൽകുന്നതിനേക്കാൾ ഏറ്റവും ഉന്നതവും അർത്ഥപൂർണമായ അവകാശങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്നത് ഇസ്ലാമാണ്. ഒരേ ആത്മാവിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടതെന്ന് 4-ാം അധ്യായത്തിൽ 1-ാം വചനത്തിലൂടെയും, പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് 16-ാം അധ്യായത്തിൽ 58-ാം വചനത്തിലൂടെയും, സന്താനങ്ങളുടെ പേരിൽ മാതാക്കളെ ദ്രോഹിക്കരുത് എന്ന് 2-ാം അധ്യായത്തിൽ 233-ാം വചനത്തിലൂടെയും, ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത് എന്ന് 17-ാം അധ്യായത്തിൽ 32-ാം വചനത്തിലൂടെയും, അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് 80-ാം അധ്യായത്തിലെ 18-ഉം 19-ഉം വചനങ്ങളിലൂടെയും, തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെയും, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 4-ാം അധ്യായത്തിലെ 7-ാം വചനത്തിലൂടെയും, വിവാഹ സമയത്ത് വിവാഹമൂല്യം പുരുഷൻ സ്ത്രീക്കാണ് നൽകേണ്ടത് എന്ന് 4-ാം അധ്യായത്തിലെ 4-ാം വചനത്തിലൂടെയും, ബലാത്കാരമായി അനന്തരമായി സ്ത്രീകളെ വിവാഹം ചെയ്യരുതെന്ന് 4-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലൂടെയും, ഭാര്യ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളോടൊപ്പം സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 228-ാം വചനത്തിലൂടെയും, വിവാഹമോചനത്തിന് സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 229-ഉം 4-ാം അധ്യായത്തിലെ 128 വചനങ്ങളിലൂടെയും, വിവാഹമോചിതയ്ക്ക് ജീവനാംശത്തിന് അവകാശമുണ്ട് എന്ന് 2-ാം അധ്യായത്തിൽ 231-ഉം 4-ാം അധ്യായത്തിലെ 242 വചനങ്ങളിലൂടെ, 2-ാം അധ്യായത്തിൽ 242-ാം വചനങ്ങളിലൂടെ, മാതാവ് എന്ന നിലയിൽ ആ മാതാവിന് നിങ്ങൾ ഏറ്റവും അധികം സ്ഥാനം നൽകണമെന്ന് 46-ാം അധ്യായത്തിലെ 15-ാം വചനത്തിലൂടെയും, എല്ലാത്തിനും ഉപരിയായി മരണാനന്തരം അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുവാനും പാപമോചനത്തിനും സ്ത്രീകൾക്ക് അർഹതയുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനവും അടങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആനെ ചൂണ്ടിയാണ് സ്ത്രീകൾക്ക് അവകാശം നൽകാത്ത മതഗ്രന്ഥമാണ്
എന്ന് മാധ്യമങ്ങൾ നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മറുപടി നൽകുവാൻ എത്ര പ്രൊഫഷണൽ മുസ്ലിംസ് തയ്യാറായിട്ടുണ്ട്? അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിം പേരുള്ള ചില ആളുകളും നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാം അമുസ്ലിങ്ങളെ കൊന്നൊടുക്കണമെന്നും തങ്ങളുടെ മതവിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്നും അവർക്ക് നീതി നിഷേധിക്കണമെന്നും ആരാധന സ്വാതന്ത്ര്യം അവർക്ക് നിഷേധിക്കണമെന്നുമെല്ലാം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം, വേദഗ്രന്ഥമാണ് ഖുർആൻ, കൽപ്പിച്ചിട്ടുള്ള പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിമർശനങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ നാം എന്ത് മറുപടിയാണ് അതിന് നൽകിയിട്ടുള്ളത്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിന്റെ പേരിലോ അല്ലാതെ ഒരു ജീവൻ എടുക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെയും വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെയും രക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് 5-ാം അധ്യായത്തിലെ 32-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിരപരാധികളെ വധിക്കുവാൻ കഴിയുന്നത്? ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് 5-ാം അധ്യായത്തിലെ 8-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് ശത്രുക്കളോട് പോലും അതിക്രമം പ്രവർത്തിക്കുവാൻ കഴിയുന്നത്? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മത കാര്യത്തിൽ ബലാത്കാരമില്ല, ശരി തെറ്റിൽ നിന്നും വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് 2-ാം അധ്യായത്തിൽ 256-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിർബന്ധ മതപരിവർത്തനം നടത്തുവാൻ കഴിയുന്നത്? ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. നാം നിങ്ങൾക്ക് 2 പാത കാണിച്ചു കൊടുത്തിരിക്കുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാമെന്ന് 76-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും അമുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നിഷേധിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ വിശ്വാസം സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല, എന്റെ വിശ്വാസം സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് 109-ാം അധ്യായത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും ഇവിടെ നിലനിർത്തുവാൻ അനുവദിക്കുകയില്ല എന്ന് ശഠിക്കുവാൻ പറ്റുകയില്ല. വലാ തസ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കുന്ന വസ്തുക്കളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ അരുത് എന്ന് 60-ാം അധ്യായത്തിലെ 8-ാം വചനത്തിലൂടെ 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കളെ അപമാനിക്കുവാനോ അവഹേളിക്കുവാനോ കഴിയുകയില്ല. വലൗലാ ദഫ്ഉല്ലാഹി الناس ബൗലഹും ബിബൗലിൻ ലഹുദ്ദിമത് സുവാലിയു വബിയ വസലവത് വമസാജിദു യുദ്കറു ഫീ ഇസ്മില്ലാഹി കസീറ. അല്ലാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസ മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന് 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും മറ്റു മത വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. അമുസ്ലിങ്ങളോട് നീതി ചെയ്യുന്നതിന് അള്ളാഹു വിലക്കുന്നില്ല, നീതി ചെയ്യുന്നത് വരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് 60-ാം അധ്യായത്തിൽ 8-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും അമുസ്ലിങ്ങൾക്ക് നീതി നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ولا تستوي الحسنة ولا السيئة ادفع بالتي فأحسن. എന്നിട്ട് തുടങ്ങും വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിദു ഫബില്ലതി വല അഹ്സനം തുടങ്ങുന്ന വചനങ്ങൾ. നന്മയും തിന്മയും തുല്യമല്ല. തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും നിന്റെ ആത്മമിത്രമായി തീരുമെന്ന് 41-ാം അധ്യായത്തിലെ 16-ാം വചനത്തിലൂടെ ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും തിന്മക്ക് വേണ്ടി നിലകൊള്ളുവാൻ കഴിയുകയില്ല. നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും വർഗീയവാദികളാകുവാൻ സാധിക്കുകയില്ല. ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയത്തിൻ വഖാതല ഇലാ അസബിയത്തിൻ വമാത ഇലാ അസബിയത്തിൻ. വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് ഒരിക്കലും വർഗീയവാദികളാകുവാൻ സാധിക്കുകയില്ല. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പോലും നിരപരാധികളെ വധിക്കരുതെന്നും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുതെന്നും കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും ആരാധനയിൽ മുഴുകിയിരിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നെല്ലാം പഠിപ്പിച്ചിട്ടുള്ള മതത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് യുദ്ധങ്ങളിൽ പോലും അതിക്രമങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. അനിവാര്യമായ സാഹചര്യങ്ങൾ ജീവനും സമ്പത്തും സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യം നിലനിർത്തുവാനും അനിവാര്യമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് പ്രതിരോധിക്കുവാൻ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അനുവാദം നൽകിയിരിക്കുന്നത് എന്ന സത്യം മുസ്ലിങ്ങളോടും ഉത്ബോധിപ്പിക്കുവാനുള്ള ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്, പ്രത്യേകിച്ച് പ്രൊഫഷണൽസിൽ.
ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചാൽ നമുക്ക് ശാന്തി ഉണ്ടാകും, നിർഭയത്വമുണ്ടാകും. പണ്ട് നാടുകളിൽ ചുമടുതാങ്ങികൾ ഉണ്ടായിരുന്നു. 2 കല്ലുകൾ കുത്തനെ വെച്ചിരിക്കും, 1 കല്ല് അതിൻ്റെ പുറത്ത് വെച്ചിരിക്കും. ഭാരവും താങ്ങി വരുമ്പോൾ പൊരിവെയിലത്ത് ശിരസിൽ ഭാരവും പാദങ്ങൾക്ക് തളർച്ചയും അനുഭവപ്പെടുമ്പോൾ പരസഹായമില്ലാതെ ജിന്നമ്മമാരുടെയും ഖബറുകളുടെയും കുട്ടിദൈവങ്ങളുടെയും മനുഷ്യദൈവങ്ങളുടെയും പുരോഹിതരുടെയും ഒന്നും സഹായമില്ലാതെ ആ ചുമടുതാങ്ങിയുടെ പുറത്ത് നമ്മുടെ ഭാരം ഇറക്കി വെച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ ഒരു ഇടനിലക്കാരുടെയും സഹായമില്ലാതെ എല്ലാം അല്ലാഹുവിൽ അലൈഹിസ്സല്ലാഹു ബിഖാസിൻ അബദഹു എന്ന് ചോദിക്കുന്നില്ല. ഞാൻ പോലെ എൻ്റെ ദാസൻ. എന്താണത്? നമുക്ക് നേരിട്ട് അല്ലാഹുവുമായിട്ട് സംസാരിക്കാം, നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിനോട് പറയാം. അത്തരത്തിൽ സർവസ്വം അല്ലാഹുവിൽ അർപ്പിച്ച് ആ വിശ്വാസത്തിനനുസൃതമായി ജീവിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കണം. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ആയുധമില്ലയെങ്കിലും അയാൾ ശക്തനായിരിക്കും. സ്വർണവും വെള്ളിയും നിറഞ്ഞ ഖജനാവുകളില്ലെങ്കിലും അയാൾ സമ്പന്നനായിരിക്കും. ആർത്തലയ്ക്കുന്ന തിരമാലകളിൽ ജീവിത നൗക അടിയുലഞ്ഞാലും അയാൾ ദൃഢനിശ്ചയനായിരിക്കും. വിശ്വാസത്താൽ സാഗരങ്ങളെയും അലമാലകളെയും കൊടുങ്കാറ്റിനെയും അതിജീവിക്കുവാനുള്ള കെൽപ്പ് നേടുന്നു. കാരണം യാദൃച്ഛികമായി വട്ടം ചാടുന്ന ഒരു കറുത്ത പൂച്ചയെ കണ്ടാൽ യാത്ര മാറ്റി വെക്കുകയില്ല. കാലിച്ചാക്കുമായി വീട്ടിലേക്ക് വരുന്ന ആളെ കണ്ടിട്ട് ഉയർച്ച താഴ്ചകൾ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് തെറ്റിദ്ധരിക്കുകയില്ല. സമയത്തിനും ദിവസത്തിനും മാസത്തിനും നന്മതിന്മകൾ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് കരുതി കച്ചവടമോ വിവാഹമോ മാറ്റിവെക്കില്ല. അദൃശ്യമറിയാനായിട്ട് ജ്യോത്സ്യനെ സമീപിക്കില്ല. ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ ജാതകത്തെ ആശ്രയിക്കുകയില്ല. കാരണം അത്തരത്തിൽ ഉള്ളൊരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മൂതിയ ലിമാ മനഅത. അല്ലാഹു നൽകിയത് തടയാനാരുമില്ല, തടഞ്ഞത് നൽകാനാരുമില്ല. ഇത്തരത്തിലുള്ളൊരു വിശ്വാസികളായി തീരുവാൻ നാം ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് നേരിടുവാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുണ്ട്. ഒട്ടകത്തിന്റെ ചീഞ്ഞുനാറിയ കുടൽമാലയുടെ ഗന്ധവും ഭാരവും കൊണ്ട് ശിരസ് താഴ്ന്നപ്പോഴും, മലയിടുക്കുകളിൽ പച്ചയില മാത്രം ഭക്ഷിച്ച് കഴിയേണ്ടി വന്നപ്പോഴും, തോയ്പിൽ വെച്ച് ശത്രുക്കളുടെ കല്ലേറേറ്റ് ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിച്ചപ്പോഴും, ബാല്യവും കൗമാരവും പിന്നിട്ട വിശുദ്ധ കഅബയിൽ സ്ഥിതി ചെയ്യുന്ന പ്രിയപ്പെട്ട മക്ക പട്ടണം വിട്ടുപോകേണ്ടി വന്നപ്പോഴും, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് പലായന വേളയിൽ ഗുഹയിലിരിക്കുമ്പോൾ ശത്രുക്കളുടെ കാൽപെരുമാറ്റം കേട്ട് മരണം ഏത് നിമിഷവും സംഭവിക്കാവുന്ന അവസ്ഥയുണ്ടായപ്പോഴും, താങ്ങും തണലുമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോഴും, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒഴിച്ച് എല്ലാ സന്താനങ്ങളെയും അല്ലാഹു തിരിച്ചു വിളിച്ചപ്പോഴും, ഒരുപാട് നാൾ ആഗ്രഹിച്ച് ലഭിച്ച ഇബ്രാഹിം എന്ന പൊന്നുമകൻ മരിച്ചപ്പോഴും, ഉഹദിന്റെ രണാങ്കണഭൂമിയിൽ പരിക്കേൽക്കുകയും മുൻപല്ല് നഷ്ടപ്പെട്ടപ്പോഴും, വ്യാജപ്രവാചകനും കവിയുമെല്ലാമായി മുദ്രകുത്തപ്പെട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത് അചഞ്ചലമായ ദൈവവിശ്വാസമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ നിന്നും രക്ഷിച്ച, നൂഹ് നബി അലൈഹിസ്സലാമിനെ പ്രളയത്തിൽ നിന്നും രക്ഷിച്ച, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പ്രകൃതി ക്ഷോഭത്തിൽ നിന്നും രക്ഷിച്ച, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആഴക്കിണറിൽ നിന്നും മോചിപ്പിച്ച, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് നഷ്ടപ്പെട്ട സന്താനത്തെ തിരിച്ചു നൽകിയ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗശമനം നൽകിയ, ഈസാ നബി അലൈഹിസ്സലാമിനെ യഹൂദരിൽ നിന്നും രക്ഷിച്ച് തന്നിലേക്ക് ഉയർത്തിയ, സക്രിയ നബി അലൈഹിസ്സലാമിന് വാർദ്ധക്യത്തിൽ സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബദൽ ഐതിഹാസികമായ വിജയം സമ്മാനിച്ച പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസമുണ്ടാകും. അതോട് വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തണം. എങ്കിൽ മാത്രമേ വിചാരണ വേളയിൽ ജോലി തിരക്കിന് മുൻപുള്ള ഒഴിവ് സമയവും, ദാരിദ്ര്യത്തിന് മുൻപുള്ള ധന്യാവസ്ഥയും, രോഗത്തിന് മുൻപുള്ള ആരോഗ്യാവസ്ഥയും, വാർദ്ധക്യത്തിന് മുൻപുള്ള യുവത്വവും, മരണത്തിന് മുൻപുള്ള ജീവിതവും നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആത്മാർത്ഥമായി നമ്മെ കൊണ്ട് പറയുവാൻ സാധിക്കണം, പ്രപഞ്ചനാഥനായ സ്രഷ്ടാവേ, എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട് എന്ന്. എങ്കിൽ വിശുദ്ധ ഖുർആൻ 89-ാം അധ്യായത്തിലെ 27-ാം വചനത്തിൽ പറയുന്നില്ലേ, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാർത്ഥത, അല്ലാഹുവിൽ നിന്ന് തൃപ്തി ലഭിച്ചത്, സ്വയം തൃപ്തിപ്പെട്ടതുമായ ആത്മാക്കളായിട്ട് എൻ്റെ ദാസന്മാർക്കിടയിൽ പ്രവേശിക്കുക, എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ ആ ശബ്ദം കേൾക്കുവാൻ
എനിക്കും നിങ്ങൾക്കും പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് ഇത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم احينا على الكتاب والسنة وامتنا على الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഡോക്ടർ മുഹമ്മദ് കുട്ടി, മലപ്പുറം ജില്ലാ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അസ്ഥിരോഗ വിദഗ്ധനാണ്. എൻ്റെ ചോദ്യം ഒരു വ്യക്തമായ മറുപടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ, മാറിയ എന്ന് പറയാൻ കാരണം മുൻപൊക്കെ ഇസ്ലാമിനോടും മുസ്ലിം സമുദായത്തോടും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. അതൊക്കെ വളരെ കുറഞ്ഞ് ഭിന്ന ഭിന്നമായ ഈ കഴിഞ്ഞ ഇലക്ഷനിലെ കുറേ പാർട്ടികളുണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിപ്രായം വ്യത്യാസം നിലനിൽക്കെ ഒരു പൊതു സാമൂഹ്യ നേതൃത്വത്തിന്റെ കീഴിൽ നമുക്ക് രാഷ്ട്രീയമായി ഒന്നിച്ചൂടെ? സഹോദരൻ ചോദിച്ചത് വ്യത്യസ്തമായ മുസ്ലിം പ്രസ്ഥാനങ്ങളും വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരുമെല്ലാമുണ്ട്. നമ്മുടേതായ പൊതുവായ പ്രശ്നത്തിൻ്റെ പുറത്ത് ഒരു മുസ്ലിം യോജിപ്പിന് വേണ്ടി ഒരു ഏക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ യോജിച്ചുകൂടെ എന്നതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോൾ മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു മാനദണ്ഡം ഒരു പൊതുവായ ഒരു രാഷ്ട്രീയ നേതൃത്വമായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഒരു പൊതുവായ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രം. അപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫ ക്രൂരമായി വധിക്കപ്പെട്ടു. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു നാലാമത്തെ ഖലീഫയായി സ്ഥാനമേറ്റു. അപ്പോഴും മുസ്ലിങ്ങൾക്കിടയിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ഐക്യം സാധ്യമല്ല എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിം വിഭാഗങ്ങൾ തന്നെ 73 തിരിയും, അതിലൊരു വിഭാഗമായിരിക്കും എൻ്റെതായ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദർശനങ്ങളിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഖുർആനും പ്രവാചകനും നമുക്ക് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശം ഒരു രാഷ്ട്രീയ ഐക്യമല്ല, മുസ്ലിം ഐക്യത്തിന്റെ മാനദണ്ഡം. ഒരു രാഷ്ട്രീയ ഐക്യമായിട്ടല്ല ഖുർആനും പ്രവാചകനും നമ്മെ പഠിപ്പിച്ചു വന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനും പ്രവാചകനും എന്ത് പഠിപ്പിച്ചു അത് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായത്തിലെ 103-ാം വചനത്തിൽ പറയുന്നു, അള്ളാഹുവിന്റെ പാശത്തെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. എന്താണ് അള്ളാഹുവിന്റെ കയറ്? അള്ളാഹുവിന്റെ കയറ് എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും, അതിന് മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, തറക്തു ഫീക്കും അംറൈനി ലൻ തളിലു മാ തംസക്തു ബിഹിമാ കിതാബുല്ലാഹി വസുന്നത റസൂലിഹി. ഞാൻ നിങ്ങൾ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, ഖുർആനും എൻ്റെ ചര്യയും. അത് നിങ്ങൾ മുറുകെ പിടിക്കാനും നിങ്ങൾ ഭിന്നിക്കില്ല. വിശുദ്ധ ഖുർആനിൽ 33-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അള്ളാഹും പ്രവാചകനും ഒരു കാര്യം കൽപ്പിച്ചാൽ വ്യത്യസ്തമായൊരു അഭിപ്രായം വിശ്വാസികൾക്കുണ്ടാകും. 6-ാം അധ്യായത്തിലെ 159-ാം വചനം വളരെ പ്രസക്തമാണ്. അതിലെന്താ പറയുന്നത്? നിങ്ങൾ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കി വ്യത്യസ്ത കക്ഷികളായി തീരുന്നവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല. എന്ത് മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നല്ല പറഞ്ഞത്. മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കി വ്യത്യസ്ത കക്ഷികളുമായി തീരുന്നവരുമായി നിങ്ങൾക്ക് ബന്ധമില്ല. മതത്തിലെ ഭിന്നിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? മതദർശനത്തിന് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാൽ മതത്തിൽ ഭിന്നിപ്പുണ്ടാകും. അപ്പോഴാണ് വ്യത്യസ്ത കക്ഷികളായിട്ട് തീരുന്നത്. ഉദാഹരണത്തിന് ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച വസ്തുതകളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വിഭാഗം ആളുകൾ ഒരു നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് അംഗീകരിക്കണം എന്നല്ല ഖുർആനും പ്രവാചകനും പഠിപ്പിച്ചിരിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഭിന്നിപ്പുണ്ടാകും. ഇപ്പോൾ മുസ്ലിമായി മാറിയ ജെഫ്രി ലാങ് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വ്യത്യസ്ത വിഭാഗക്കാർ പറഞ്ഞു അങ്ങോട്ട് വരണം, അതാണ് ശരി, ഇന്ന വിഭാഗക്കാർ പറഞ്ഞു അതാണ് ശരി. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം തീരുമാനിക്കുന്നു ഇസ്ലാം തന്നെ ഉപേക്ഷിക്കാം. അങ്ങനെ വളരെ ദുഃഖിതനായി നിരാശനായിട്ട് അദ്ദേഹം കിടക്കാൻ ഉറക്കം വരുന്നില്ല. അവസാനം അദ്ദേഹം തീരുമാനിച്ചു ഞാനെന്തിന് ഇസ്ലാം ഉപേക്ഷിക്കണം, ഞാൻ ഖുർആനിലേക്കും പ്രവാചക ചര്യയിലേക്കും തിരിച്ചു പോകാം. അതാണ് മാനദണ്ഡം. ഒരു ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരു പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന ഒരു മുസ്ലിമും ഒരു ശിർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിമും തമ്മിലുള്ള യോജിപ്പല്ല. വ്യഭിചരിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമും യഥാർത്ഥ വിശ്വാസം പുലർത്തുന്ന ഒരു മുസ്ലിമും തമ്മിലുള്ള യോജിപ്പല്ല. മറിച്ച് ഇസ്ലാമിക ഖുർആനിക ആദർശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ ആയിട്ടുള്ള യോജിപ്പാണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രളയം വന്നപ്പോഴും മകന്റെ കാര്യത്തിന് നീ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞതല്ല പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? കുടുംബം എന്ന് വെച്ചാൽ ആദർശ കുടുംബമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഖുർആനിക വചനങ്ങൾ അവതീർണമായപ്പോൾ മദ്യത്തിന്റെ ബാരലുകൾ തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് മദ്യവിൽപ്പന നടത്തില്ല എന്ന മദ്യവ്യാപാരികളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതും ചുണ്ടോടടുപ്പിച്ച മദ്യത്തിന്റെ കോപ്പുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം രുചിക്കുകയില്ല എന്ന് മദ്യപാനികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ചതും വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും സ്വമേധയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തുകയും തുഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ പോലും ഏറ്റുവാങ്ങുവാൻ അവരെ പ്രാപ്തരാക്കിയതും പ്രവാചകൻ ഭരണാധികാരിയായതുകൊണ്ടല്ല, ഹൃദയത്തിലേക്ക് തഖ്വ കടന്നു ചെന്ന് ആദർശം കടന്നു ചെന്ന് പരിവർത്തനവും സംസ്കരണവും ഉണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇസ്ലാമിക ഐക്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഐക്യമാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 125-ാം വചനത്തിലൊരു കാര്യം പറയുന്നുണ്ട്, നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുക വിജ്ഞാനത്തിലൂടെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളൊന്ന് അവരുമായിട്ട് നിങ്ങൾ സംവാദങ്ങളിൽ ഏർപ്പെടുക. ആ ഒരു മാനദണ്ഡം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുമ്പോഴും ആ വ്യക്തിബന്ധങ്ങൾക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മറ്റുള്ളവരുടെ മനസ്സുകളെ ഒരു അപമാനിക്കാത്ത അവഹേളിക്കാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയണം. വ്യത്യസ്തമായ വിഭാഗങ്ങൾ എന്നും ഉണ്ടാകും. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം മാനദണ്ഡം ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു പോവുക എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം വിലയിരുത്തുക എന്നതാണ്. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് വളരെ വാചാലമായി പ്രസംഗിച്ചത്. പക്ഷെ പൊതുവെ മുസ്ലിം വേദികളിൽ ഈ വേദിയിലടക്കം സ്ത്രീകളുടെ സാന്നിധ്യം കാണുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇവിടെ പുറകിലുണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശം നൽകുന്നതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുകയുണ്ട്. ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശം നൽകുന്നത് അതിൻ്റെതായ അവരെ സംരക്ഷിക്കുക എന്ന പരിധിയും പരിമിതിക്കും ഉള്ളിൽ നിന്നാണ്. ഉദാഹരണത്തിന് തൊഴിലെടുക്കുന്ന മേഖലകൾ എടുത്താൽ അവർക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന മേഖലകളിലാണ് സ്ത്രീകൾക്ക് ജോലിയെടുക്കാൻ പറ്റുള്ളൂ. തൊഴിലെടുക്കുവാനും തൊഴിലിലൂടെ സമ്പാദിച്ച സമ്പാദ്യം സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുവാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു എയർ ഹോസ്റ്റസായിട്ട് തൊഴിലെടുക്കുന്നതിന് ഇസ്ലാം അനുവദിക്കില്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു പ്രദർശനത്തിനുള്ളത് ഒരു വേദിയായിട്ട് സ്ത്രീകളെ അനുവദിക്കില്ല. അത് ഇസ്ലാമികമായ ഒരു മാനദണ്ഡം വെച്ചിട്ട് പല മേഖലകളിലും, ഉദാഹരണത്തിന് ഒരു പള്ളിയിൽ ഒരു ഇമാമായിട്ട് നിൽക്കാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. പ്രവാചകരായിട്ടുള്ള സ്ത്രീകളുള്ളത് നമുക്കറിയില്ല. അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളും പരിമിതികളും. ഇത്തരത്തിലുള്ളൊരു വേദിയിൽ വരുമ്പോൾ സാധാരണ സ്ത്രീകളെ ശ്രദ്ധിക്കപ്പെടും. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരാണെങ്കിൽ പോലും ഒരു സ്ത്രീ വേദിയിൽ വരുമ്പോൾ ആ ഒരു പ്രത്യേക രീതിയിൽ ചിലപ്പോൾ അവരുടെ അടുത്തൊരു നോട്ടമുണ്ടാകാം, മറ്റുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഇത് ഇസ്ലാം പറയുന്നത് എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. ഈ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത സീറ്റുകൾ പലപ്പോഴും അമുസ്ലിങ്ങളും കൂടി പങ്കെടുക്കുന്ന വേദികൾ അവരെ ഏറ്റവും വലിയൊരു വികാരം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഇടകലർന്നുകൂടെ എന്ന് ചോദിക്കാം. ഇന്ന് ചോദിച്ച് ഇവിടെ വേദി പങ്കിടാം. ഇനി നാളെ ചോദിക്കുന്ന സീറ്റുകൾക്കിടയിൽ
അദ്ദേഹം ഒരു സംശയം ചോദിച്ചാണ്, സീറ്റുകൾക്കിടയിൽ കലർന്നിരിക്കാം. പലപ്പോഴും ഇത്തരത്തിലുള്ള കൂടുതൽ ഇന്റർമിംഗ്ലിംഗ് വരുമ്പോൾ പേര് ചോദിക്കും, പരിചയപ്പെടും, മറ്റുള്ള രീതിയിൽ നമുക്കൊന്ന് ഒരു ഷോപ്പിംഗ് ഒരു കോഫി ഷോപ്പിൽ പോകാമെന്ന് പറയും. അങ്ങനെ അവിടെ ചെന്നിട്ട് കുറച്ചുകൂടി ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തും. അതിനുശേഷം മറ്റൊരു വേദിയിൽ പോകും. അവസാനം തിന്മയിലേക്ക് മനുഷ്യനെ അത് കൊണ്ടുപോകും. ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, ഈ ഒരു മാനദണ്ഡം ഇസ്ലാം എല്ലാ വേദികളിലും ആ വ്യത്യസ്ത സെപ്പറേഷൻ ഇസ്ലാം നൽകുന്നത് ഒരിക്കലും സ്ത്രീകൾ അടിച്ചമർത്താനല്ല, അവരെ സംരക്ഷിക്കാനാണ്. കാരണം അമേരിക്കയിലേക്കും യൂറോപ്പിലോട്ടും കടന്നു ചെന്നാൽ ഒരുപാട് ഫാദർലെസ് ചിൽഡ്രൻ ഉണ്ട്. അവർ പിതാവ് ആരെന്നറിയാത്ത സന്താനം. അമേരിക്കയിലൊരു ഗ്രന്ഥമുണ്ട്, ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം പോലും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തിന്മകളെ തടയാൻ വേണ്ടിയാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഒരിക്കലും അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കാനല്ല. എനിക്ക് ഈയിടെയായിട്ട് അമേരിക്കയിൽ പോകാനൊരു സന്ദർഭമുണ്ട്. അവിടെ പള്ളിയിൽ വെച്ച് നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് അമേരിക്കയിലെ ഒരു സാഹിബ് മതം സ്വീകരിക്കാനായിട്ട് വന്നു. ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാനായിട്ട് തയ്യാറായി വന്ന് അപ്പോഴാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് ആൾ കയറി വന്നതാണ്. അപ്പോൾ അയാൾക്കൊരു 2 ഗ്രൂപ്പിലുള്ള ആളുകൾ ചെന്ന് അങ്ങോട്ട് ശല്യപ്പെടുത്തി. ആ ഗ്രൂപ്പ് പറഞ്ഞോടി ആ ദൂരം അത് ഡ്രോപ്പ് ചെയ്ത് പുള്ളി പിന്മാറി. അതാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ ഗുണം. ഈ ഐക്യം കൊണ്ട് ഉണ്ടാവണ ഇത് ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നത്? സഹോദരൻ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഇസ്ലാം സ്വീകരിക്കാൻ ഒരാൾ വന്നു. അതിന് 2 ഗ്രൂപ്പ് ആൾ വന്നിട്ട് പറഞ്ഞു ഇതാണ് ഇസ്ലാം ശരി, ഇതാണ് ഇസ്ലാം ശരി എന്ന് പറഞ്ഞു. അങ്ങനെ പാവം ഈ പുതു വിശ്വാസം സ്വീകരിക്കാൻ വന്ന ആൾ ആകെ കൺഫ്യൂഷനായി തിരിച്ചുപോയി എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഉദാഹരണത്തിന് 2 ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് പറയുന്നു അള്ളാഹുവും മനുഷ്യർക്കും ഇടയിൽ ഇടനിലക്കാരാകാം, ഖബറുകളിൽ പോയിട്ട് ആരാധന നടത്താം, അല്ലെങ്കിൽ പുരോഹിതർക്ക് അമാനുഷികത കൽപ്പിക്കാം. അങ്ങനെ ഇസ്ലാം പറയുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പ് പറയുന്നത് ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ തൗഹീദാണ്, ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഈ 2 വിഭാഗത്തിലേക്ക് ഒരു അമുസ്ലിം കടന്നു വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പറയണേ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഖബറുകളിൽ പോയിട്ട് പ്രാർത്ഥിക്കാം, പുരോഹിതരുടെ അടുത്ത് പ്രാർത്ഥിക്കാം, ഇടനിലക്കാരുണ്ട്. ഇപ്പോൾ ഖബറും ഒരു വിഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 സിമന്റാ, രൂപത്തിലുള്ള വ്യത്യാസമൊന്നും. 2 പേരും പറയുന്നത് ഒന്നാണ്. അത്തരത്തിലൊരു ദർശനത്തിലേക്ക് പോകുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നാം നിർവഹിക്കണം. മറിച്ച് ശരി അദ്ദേഹം ഇസ്ലാമിലോട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഈ ഖബറാരാധനക്ക് കൂട്ടുനിന്നാലേ അദ്ദേഹം ഇസ്ലാമിലോട്ട് വന്നിട്ട് എന്താ കാര്യം? യഥാർത്ഥത്തിൻ്റെ തൗഹീദ് ഉൾക്കൊള്ളാതെ മറ്റൊരു വിശ്വാസത്തിൽ നിൽക്കുന്നതിൻ്റെ തുല്യമല്ലേ? ഭിന്നത എന്ന് വെച്ചാൽ അവരോട് വ്യക്തമായിട്ട് പറയാം, ആ ഇസ്ലാം സ്വീകരിക്കാൻ വന്ന മനുഷ്യൻ പഠിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പഠിച്ചിട്ട് വന്നത്? പഠിച്ചിട്ട് വന്നതാണ് ഈ തൗഹീദ പഠിച്ചിട്ട് വരേണ്ടത്. അതല്ലാതെ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ വന്നെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആദർശമൊക്കെ കെട്ടിപ്പൂട്ടി പെട്ടിയിൽ വെക്കരുത്. ലോക ചരിത്രത്തിൽ ഒരാൾ മതി. ഇസ്ലാമിന് എണ്ണം കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് നാവ് കൊണ്ടുള്ള മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്, ഹൃദയം കൊണ്ടുള്ള മുസ്ലിങ്ങൾ ഒരു 5 പേരൊരു നാട്ടിലുണ്ടെങ്കിൽ വലിയ വ്യത്യാസമുണ്ട്. അത്തരത്തിലുള്ള മുസ്ലിങ്ങളെ വാർത്തെടുക്കാനാണ് ഈ ആദർശത്തിൽ മുറുകെ പിടിക്കണമെന്ന് ഈ പ്രസ്ഥാനങ്ങളെല്ലാം പറയുന്നത്. അതൊരിക്കലും അത്തരത്തിലുള്ള ദർശനത്തിൽ നമ്മൾ ഒരിക്കലും മാറിപ്പോയി. അല്ലെങ്കിൽ അതുപോലെയുള്ള പണ്ഡിതന്മാരെ പോലെയോ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വളരെ ന്യൂനപക്ഷം. പലപ്പോഴും പല വിഭാഗങ്ങളും ഞങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് ജനത്തിന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയില്ല. ഇതിൻ്റെ ഇടയിൽ സത്യാസത്യങ്ങളെ തിരിച്ചറിയാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു. അവർക്കൊരു വഴികാട്ടിയായി പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അതൊരു ചോദ്യം. രണ്ടാമത്തെ ഒന്നുകൂടെ ഉണ്ട്.
ദ ക്രീം ആൻഡ് കാൻഡിൽ ഓഫ് ദി സൊസൈറ്റി. പിന്നെ സത്യവും അതോടൊപ്പം തന്നെ അതിൻ്റെ വെളിച്ചവും. ഞാൻ നിങ്ങളുടെ പ്രസംഗം വ്യക്തിപരമായി അത് പറയുന്നത്. കഴിഞ്ഞ ഒരു മാസം റമദാനിൻ്റെ പ്രഭാഷണം സശ്രദ്ധം കേട്ടയാളാണ്. 1.5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ശരി 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 28 ദിവസം കൊണ്ട് 140 മിനിറ്റ് കേൾക്കാൻ പറ്റിയത് ഇവിടെ 1.5 മണിക്കൂർ കൊണ്ട് അതിൻ്റെ 4/1 പോലും മനസ്സിലാക്കാനോ ശ്രമിക്കാനോ കഴിഞ്ഞില്ല. ഇതിന് രണ്ടിനും ഉത്തരം പറഞ്ഞു. അത് താങ്കൾ ഉദ്ദേശിച്ചെന്താ എനിക്കറിയില്ല. ഒന്ന് ആദ്യം പറഞ്ഞത്, ഞാൻ പണ്ഡിതനായതുകൊണ്ട് ഇത് മനസ്സിലാക്കി പറഞ്ഞു എന്നുള്ളൊരു ധാരണ നിങ്ങൾ മാറ്റി. ഞാൻ അഭിഭാഷകനാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ആ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രബോധനം നടത്തുന്ന കാര്യങ്ങളാണ്. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു പണ്ഡിതർക്ക് മാത്രം ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ആദ്യമായിട്ട് തിരുത്തണം. കാരണം ഞാൻ 1995 നിരീശ്വരവാദമൊക്കെ അവസാനിപ്പിച്ച് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുന്നത്. എനിക്ക് ഖുർആൻ പോലും വായിക്കാൻ അറിയില്ല. ഖുർആൻ പോലും വായിക്കാൻ അറിയാതെ 1-2 ആയത്തൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് ഞാൻ പ്രബോധനം നടത്തിയിട്ടുണ്ട്. കാരണം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രബോധനം നടത്താമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഒന്നായിട്ട് മനസ്സിലാക്കി. ഞാൻ പണ്ഡിതനാണെന്നുള്ള തെറ്റിദ്ധാരണക്കായിട്ട് മാറ്റി. രണ്ടാമത്തെ കാര്യം, പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചത്, പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. വ്യത്യസ്ത വിഭാഗങ്ങളും എല്ലാം ഉണ്ട്. ഇത് ഞങ്ങളെങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു. ഞാൻ ഈ അഭിഭാഷകരോടല്ല ഞാൻ ചോദിക്കുന്നത്, അഭിഭാഷകരില്ലാത്ത എല്ലാവരോടും ഒന്ന് കൈവക്കാൻ പറയുന്നതാണ്. എത്ര ആളുകൾ ഇന്ത്യൻ പീനൽ കോഡ് വായിച്ചിട്ടുണ്ട്? IPC വായിച്ച എത്ര ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ കൈവക്കും. വക്കീലുമാരല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? ഇല്ല. അപ്പൊ IPC വായിച്ചിട്ടില്ല. എന്നിട്ട് ഒരു കൊലപാതകം നടത്തിയിട്ട് കോടതിയിൽ വിചാരണ നേരിടുന്ന സന്ദർഭത്തിൽ കോടതിയിൽ വന്നിട്ട് പറയുമ്പോൾ നിങ്ങളെന്തിനാ കൊലപാതകം നടത്തിയത്? കൊലപാതകത്തിന് ശിക്ഷയുണ്ടാ? അത് IPC പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ IPC വായിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റേതൊരു ശിക്ഷ ഉണ്ടല്ലോ, ഞാൻ IPC വായിച്ചിട്ടില്ല. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. അല്ല, ഇസ്ലാമിന്റെ അല്ല, നിയമത്തിന്റെ. നിയമത്തിനെ സംബന്ധിച്ചുള്ള അജ്ഞത, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമല്ല. ഉദാഹരണത്തിന് ഒരു അമുസ്ലിമിന് താങ്കൾ ചോദിച്ചതിനെ ചോദിക്കാം, ഞാൻ ഈ വിഗ്രഹാരാധന തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. അവിടെ അദ്ദേഹം ബുദ്ധി ആലോചിക്കണം. കെട്ടിടം നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാതാവിന് കെട്ടിടത്തിന്റെ പ്രശ്നം പഠിക്കാനായിട്ട് കെട്ടിടമായി ജനിക്കണ്ട. കാറ് നിർമ്മിച്ച കാറിന്റെ നിർമ്മാതാവിന് കാറിന്റെ പ്രശ്നം പഠിക്കാനായിട്ട് കാറായിട്ട് ജനിക്കണ്ട. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നം പഠിക്കാനായിട്ട് മനുഷ്യനായിട്ട് ജനിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാന തത്വമില്ലാത്തവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 179-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കും. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ചിന്തിക്കുന്നില്ല. കണ്ണുണ്ട്, കാണുന്നില്ല. കാതുണ്ട്, കേൾക്കുന്നില്ല. അവർ കന്നുകാലികളെ പോലെയാണ് അവർ അതപ്പതിച്ചത്. വെറുതെ അല്ല, അള്ളാഹു ഒരു മാനദണ്ഡം, ഈ കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാം നൽകിയിട്ടാണ്. ഇപ്പൊ ഖുർആനിൽ തന്നെ ചോദിക്കുന്നുണ്ട്, വിഗ്രഹത്തിന് മുൻപിൽ ഭക്തന്മാർ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ആട്ടി ഓടിക്കാൻ സാധിക്കാത്ത ആ ജീവനില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതാണോ യുക്തി? മറിച്ച് ഈച്ചയുടെ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതാണോ യുക്തി എന്ന ഖുർആന്റെ ചോദ്യമില്ലേ? എന്ത് യുക്തിഭദ്രമായുള്ള ചോദ്യമാണ്. അതിന് ഖുർആൻ പഠിക്കണ്ട. ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇനി 2, ഈ ഖുർആന്റെ തർജ്ജമ ഒരുപാട്. ഇപ്പൊ പ്രസ്ഥാനം എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ പറയുന്ന പ്രസ്ഥാനം എന്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രസ്ഥാനത്തിന്റെ ആളിലാണ് പറയേണ്ടത്. ഇനി നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ മെമ്പറല്ല. ഞാൻ അതിന്റെ മെമ്പറല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അവരുടെ വേദികളിൽ ഞാൻ പ്രസംഗിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സത്യമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരു വിശകലനം നടത്തി. ഇവിടെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുണ്ട്. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കി ഇസ്ലാമിക രീതിയിലുള്ള പ്രബോധനം നടത്തുന്ന ആളുകൾ ആരാണ്? ഇവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചെയ്യാൻ പോലും അനുയായികൾക്ക് ധൈര്യം ഉണ്ടാകില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തരാം. AP അബ്ദുൽ ഖാദർ മൗലവി KNM ജനറൽ സെക്രട്ടറിയാണ്. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക്
ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾക്ക് എന്തൊക്കെ അറിയോ എന്ന് എനിക്കറിയില്ല. എല്ലാം നിങ്ങൾ പിന്നീട് പഠിച്ച് മനസ്സിലാക്കുക. ഒരുപാട് സംവാദങ്ങളിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് സത്യം മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടില്ല അദ്ദേഹം. കുവൈത്തിൽ വെച്ചിട്ട് ഞാനും അദ്ദേഹം ഹുസൈൻ സലഫിയും കൂടി ഒരു ഹോട്ടൽ മുറിയിലിരിക്കുമ്പോൾ ഒരു ഡ്രൈവർ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് താങ്കളെ ഒന്ന് കാണണം, താങ്കളുടെ പ്രഭാഷണം കേൾക്കണമെന്നെല്ലാം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അറബി ലീവ് തന്നില്ല, അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടോളൂ. പിന്നെ ഞങ്ങൾ 3 പേര് ഇരിക്കുമ്പോഴാണ് ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ച് AP ഒരു മറുപടി പറഞ്ഞപ്പോൾ ഈ ഡ്രൈവർ APയുടെ മുഖത്ത് നോക്കിയിട്ട് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മുഖത്ത് നോക്കിയിട്ട് മൗലവി തെളിവുണ്ടാന്ന് ചോദിച്ചു. ഈ ചോദ്യം ചോദിക്കാൻ സാധാരണക്കാരെ പ്രാപ്തമാക്കി പ്രസ്ഥാനത്തിലല്ലാതെ ഏത് പ്രസ്ഥാനമായിട്ട് ഞാൻ സഹകരിക്കണം? ഇപ്പം ഈ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള സംവാദങ്ങൾ, പ്രശ്നങ്ങളുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ CD-കളുണ്ട്. ഇത് ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട്. പരിമിതമായ ആളുകൾ വെച്ചിട്ട് ആരംഭിച്ചാണ്. വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ള ആദ്യം. അവർക്ക് കല്ലേറ് കിട്ടിയിട്ടുണ്ട്. അവരുടെ വീടുകളിൽ പോലും പ്രഭാഷണങ്ങൾക്ക് ശേഷം തിരിച്ചെത്താൻ പറ്റുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിന് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ ആളുകൾ മനസ്സിലാക്കി വരികയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രസ്ഥാനം ചെയ്യുന്നുണ്ട്. പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, സംവാദങ്ങൾ നടത്തുന്നുണ്ട്, CD-കളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതെ, ചൂസ് ചെയ്തതിന് ഉത്തരം ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു തരുന്നു. അത് പറഞ്ഞു.